എന്റെ പുത്തൻ റേബൻ ഗ്ലാസും വെച്ചുകൊണ്ട് ഞാൻ ഡോണറൽ പാർക്കിലോട്ട് യാത്രയായി. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഡോണറൽ പാർക്ക് അടിപൊളിയാണ്. അങ്ങനെ ഫുഡും മേടിച്ച് ഞാനും ആൻമേരിയയും ഹരിതാപയവും പച്ചപ്പും പിന്നെ ചൂട് വെയിലും തണുത്ത കാറ്റും അടിച്ച് ഡോണറൽ പാർക്ക് ആസ്വദിച്ച് അവിടെ ഇരുന്നു. പണ്ടങ്ങാണ്ടുണ്ടാക്കിയ ഈ പാർക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അല്ല ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഇരുന്നും കടന്നും ഒക്കെ വെയിൽ ആസ്വദിച്ചു. കാരണം ഇന്നലെ വെയിലില്ലായിരുന്നു, ഇന്ന് വെയിലുണ്ട്. ചിലപ്പോൾ നാളെ വെയിൽ കാണില്ല. അതുകൊണ്ട് വെയിലുള്ളപ്പോഴൊക്കെ പുറത്തിറങ്ങണം. അതാണ് ഇവിടുത്തെ ഒരു ആചാരം. കുറച്ചേരം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, എന്തിനാ ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്നേ? പിന്നല്ലേ അറിഞ്ഞതാ ഇവിടെ ബാക്കിൽ ഒരാൾ റീൽസിന്റെ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന്. അതാവുമ്പോൾ അവൾക്കും പിന്നെ അവിടെ പാർക്കിൽ വരുന്ന ആൾക്കാർക്കും കുറച്ച് എന്റർടൈൻമെന്റ് ആയി. ഏതായാലും ഈ സീസണിൽ എനിക്ക് വേറൊരു ഇഷ്ടമുള്ള ഒരു കാര്യം ദാ ഈ പൂവാണ്. എനിക്ക് എന്താ അറിയില്ല, ഈ പൂ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൽ ആൾക്കാർ ചാടുന്നൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാനും ആൻവരി വിചാരിച്ചു വെറുതെ അങ്ങോട്ട് പോയി കാല് നനച്ചിട്ട് വരായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് സ്വിമ്മിങ് എക്വിപ്മെന്റ്സ് ഒക്കെ എടുത്തോണ്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ ഷൂ ഒക്കെ അവിടെ ഊരി വെച്ച് അങ്ങോട്ട് വെള്ളത്തിന്റെ അടുത്തോട്ട് പോയി. കാല് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഐസ് കട്ടയിലോട്ട് കാലെടുത്ത് വെച്ച അവസ്ഥയായിരുന്നു. അവസാനം ആൻമേരിയുടെ അമ്മ പറഞ്ഞു, നീ കാലങ്ങോട്ട് നീട്ടി വെക്കുമ്പം അവസാനം കൊലുസ് വല്ല മീനും എടുത്തോണ്ട് പോകുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി രവാന ആയി. ഈ റോഡ് കണ്ടപ്പം എനിക്ക് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം ഓർമ്മ വന്നേ, 2 roads not taken. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ബ്രിഡ്ജുകളൊക്കെ കയറി ഇറങ്ങി അവളുടെ തള്ളും കേട്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ യാത്രയായി. ഈ കാലാവസ്ഥയിൽ ഈ പാർക്ക് കാണാൻ അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ഈ പച്ചപ്പിലൂടെ ആ സൺലൈറ്റ് വരുമ്പം നല്ല രസമാണ് കാണാൻ. ഇവിടെ ഇങ്ങനെ പൊതുവെ വെയിൽ കുറവായതുകൊണ്ട് തന്നെ ഈ പാർക്കിന്റെ ഭംഗി നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ആസ്വദിക്കാൻ കിട്ടത്തില്ല. ഈ സ്ഥലത്തിന്റെ വേറൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊരു ഡ്രോൺ വാങ്ങിയില്ലായിരുന്നു. ആ ഡ്രോൺ ഞാൻ ഇവിടെയായിരുന്നു ആദ്യമായിട്ട് പറപ്പിച്ചത്. പിന്നെ ആ ഡ്രോൺ വെള്ളത്തിൽ മുങ്ങിപ്പോയി, അത് വേറൊരു കഥ. ഇവിടെ കൂടുതലും ആൾക്കാർ ജോഗിങ്ങിനാണ് വരുന്നത്. ഒന്ന് നടക്കാൻ പോലും പുറത്തിറങ്ങാത്ത ഇവള് പറയുക ഇവിടെ വന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ജോഗിങ് ഒക്കെ പോകുമായിരുന്നു. പിന്നെ അവൾ ആ മാനിന്റെ കൂടെ പോസ് ചെയ്യാൻ നിന്നു. അപ്പം മാൻ പുച്ഛത്തോടെ അങ്ങോട്ടങ്ങ് തിരിഞ്ഞു നിന്നു. മോണറയിൽ പാർക്കിന്റെ ഇന്നത്തെ വീഡിയോ ചുരുക്കുന്നു. കാരണം നല്ല വെയിലായിരുന്നിട്ട് പെട്ടെന്നാണ് കൂരാക്കൂരിരുട്ട് നിറഞ്ഞ കാർമേഘങ്ങൾ വന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ടാറ്റ ബൈ ബൈ.